ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോമ്പോസിറ്റ് സെക്ഷൻ അല്ലെങ്കിൽ സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിനിൽ കോമ്പോസിറ്റ് ബാർ വരുന്ന കേസിലുള്ളൊരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ്. ഓക്കെ, പ്രോബ്ലം ഇതാണ്. RCC റീൻഫോഴ്സ്മെന്റ്, അതായത് RCC റീൻഫോഴ്സ്മെന്റ് സിമെന്റ് കോൺക്രീറ്റ്, അതായത് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ഉണ്ട്, അതിൽ കോൺക്രീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, സ്റ്റീൽ ബാർ ഉണ്ടാവില്ല. ഇതിൽ സ്റ്റീൽ ബാറുള്ള കോൺക്രീറ്റ്. ഓക്കെ, റീൻഫോഴ്സ്മെന്റ് സിമെന്റ് കോൺക്രീറ്റ് കോളം 30 സെന്റിമീറ്റർ ബൈ 30 സെന്റിമീറ്റർ. 30 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു എന്താണ് കോളം എന്ന് പറഞ്ഞാൽ പില്ലർ. ഓക്കെ, അതിന്റെ ക്രോസ് സെക്ഷൻ വ്യൂ ആണ്. ഇൻ സെക്ഷൻ ഹാസ് 4 റീൻഫോഴ്സ്മെന്റ്, അതായത് 4 റീൻഫോഴ്സ്മെന്റ് പറഞ്ഞാൽ സ്റ്റീൽ ബാർ, 4 സ്റ്റീൽ ബാർ ഉണ്ട്. ബാർസ് ഓഫ് സ്റ്റീൽ ഈച്ച് 20 mm ആയ ഒരു ബാറിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 20 mm ഡയമീറ്റർ. 20 mm ഡയമീറ്റർ ആണ് ഒരു ബാർ. അങ്ങനെ 4 ബാർ ഉണ്ട് ആ ഒരു കോൺക്രീറ്റില്. കാൽക്കുലേറ്റ് ദി സേഫ് ലോഡ് ഫോർ ദി കോളം. കാൽക്കുലേറ്റ് ദി സേഫ് ലോഡ് കാണാൻ പറയും, പി കണ്ടുപിടിക്കാനാണ് പറഞ്ഞുള്ളൂ ഫസ്റ്റ് വൺ. പിന്നെ ഇഫ് അലൗബിൾ സ്ട്രെസ് ഇൻ ദി കോൺക്രീറ്റ് ഈസ് 4 ന്യൂട്ടൺ മീറ്റർ. 4 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ് കോൺക്രീറ്റിന്റെ സ്ട്രെസ്, അലൗബിൾ ആയിട്ടുള്ള സ്ട്രെസ് എന്നുണ്ടെങ്കിൽ പി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇ ഫോർ സ്റ്റീൽ ഈക്വൽ ടു 15 E ഫോർ കോൺക്രീറ്റ്. ഓക്കെ, ഇതിലൊക്കെ എല്ലാ ഡാറ്റയും തന്നിട്ടുണ്ട്, പക്ഷെ കുറച്ച് ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് നമുക്ക് ശരിയാക്കി എടുക്കണം. ഇവൻ ഡാറ്റാസ് ഒന്ന് മാർക്ക് ചെയ്യാം. അതിന് മുമ്പ് തന്നെ ഒരു ഫിഗർ വരയ്ക്കാനുണ്ട്. 30/30. ഓക്കെ, 30 സെന്റിമീറ്റർ. ഞാൻ അതിന് ഈ സെന്റിമീറ്റർ 30 സെന്റിമീറ്റർ എന്നുള്ളത് mm കൺവേർട്ട് ചെയ്യാണ്. 300 mm. 300 mm. ഓക്കെ, അങ്ങനെ ഒരു ബാർ. ഇതിൽ 4 റീൻഫോഴ്സ്മെന്റ് ഉണ്ട്, 4 സ്റ്റീൽ ബാർ ഉണ്ട്. 4 എൻഡിൽ കൊടുത്തു. ഓക്കെ, ഒന്നിന്റെ ഡയ എന്നുള്ളത് 20 mm. ഓക്കെ, കാൽക്കുലേറ്റ് സേഫ് ലോഡ് പി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദി അലൗബിൾ സ്ട്രെസ് ഇൻ ദി കോൺക്രീറ്റ്, അപ്പോൾ FC കോൺക്രീറ്റിൽ 4 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. ഓക്കെ, ഇ ഫോർ സ്റ്റീൽ ഈക്വൽ ടു 15 E ഫോർ കോൺക്രീറ്റ്. അപ്പോൾ ഞാൻ ഇ ഫോർ സ്റ്റീൽ, അതായത് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ ഈക്വൽ ടു 15 EC കോൺക്രീറ്റ്. ഓക്കെ, ES പറഞ്ഞാൽ 15 EC ഈക്വൽ ആണ്. ഓക്കെ, അതാണ് ഈ വേർഡിന്റെ മീനിങ്. ഓക്കെ, ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് സിമ്പിൾ സ്ട്രെസ് ആണോ സ്ട്രെയിൻ ആണുള്ളതാണ്. ഇതൊരു സിമ്പിൾ സ്ട്രെസ് ആണ്, കാരണം ഇതിൽ ടെമ്പറേച്ചറിന്റെ കാര്യങ്ങളൊന്നും വേറെ പറഞ്ഞിട്ടില്ല. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, സിമ്പിൾ സ്ട്രെസ് ആണെങ്കിൽ തന്നെ അതിൽ ഫസ്റ്റ് കേസ് സിംഗിൾ മെറ്റീരിയൽ ആണോ അതോ കോമ്പൗണ്ട് മെറ്റീരിയൽ ആണോ? ഇത് കോമ്പൗണ്ട് മെറ്റീരിയൽ ആണ്, കാരണം ഇതിൽ RCC പറഞ്ഞു, അതുപോലെ തന്നെ കോൺക്രീറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, സ്റ്റീൽ ബാർ പറഞ്ഞു. RCC പറഞ്ഞാൽ സ്റ്റീൽ പ്ലസ് കോൺക്രീറ്റ്, രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ്. അപ്പൊ തന്നെ അത് കോമ്പൗണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി അതിന് പുറമെ പ്രത്യേകിച്ച് കോൺക്രീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, കോളം 30 സെന്റിമീറ്റർ 30 സെന്റിമീറ്റർ. ദെൻ റീൻഫോഴ്സ്മെന്റ് സ്റ്റീൽ ബാറും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതല്ലെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് E4 സ്റ്റീലും E4 കോൺക്രീറ്റും 2 മെറ്റീരിയലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും പ്രോബ്ലം ചെയ്ത് നോക്കാം. നമ്മുടെ കയ്യിലുള്ള പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ എന്നുള്ളത് നമുക്കറിയാം, F1/E1 = F2/E2 എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് അവിടെ തന്നെ ചെയ്തു തുടങ്ങാം. അപ്പൊ നമ്മളതിന് F1 E1 ഒക്കെ മാറ്റി F2 E2 എന്നൊക്കെ മാറ്റിയിട്ട് FC/EC, അതായത് കോൺക്രീറ്റിന്റെ FC/EC, അതുപോലെ FS/ES ഇങ്ങനെ ആക്കി. ഇനി ഇതിൽ അറിയുന്ന ഡാറ്റാസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. FC യുടെ വാല്യൂ നമുക്കറിയാം, നോക്കാം. FC = 4. ഓക്കെ, EC എത്രയാ? EC തന്നെ, മാറ്റങ്ങളൊന്നുമില്ല. EC = EC. FS പറഞ്ഞാൽ നമുക്കറിയില്ല. ES പറഞ്ഞാൽ 15 EC, 15 EC. ഓക്കെ, ഇനി ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് FS = 4 × 15 15 EC/EC ഇങ്ങനെ വരും. ഇത് ഡൗട്ടുള്ളവരൊന്ന് ശരിക്കും ഭാഗമൊന്നും എന്താണ് മനസ്സിലാക്കി എടുക്കുക, എങ്ങനെ വന്നു എന്നുള്ളത്. FS അവിടെ നിർത്തി, അപ്പോൾ 15 EC മുകളിലോട്ട് പോയി, EC ബോട്ടം അവിടെ ഉള്ളത് തന്നെ അതുപോലെ എഴുതി. ഓക്കെ, അപ്പോൾ ഇതിൽ ECയും ക്യാൻസൽ ആയി പോകും. ബാലൻസ് ഉള്ളത് 4 × 15 60 Newton per mm square. Okay.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത് ഞാൻ മാറ്റിയിരുന്നുണ്ട്. FS = 60 Nm/mm². അപ്പോൾ FS = 60 Nm/mm² കിട്ടി. ഇനി ഞാൻ സ്റ്റീലിൽ വരുന്ന അതിൽ സ്ട്രെസ് കിട്ടി. FC എന്നുള്ളത് കോൺക്രീറ്റിലുള്ള സ്ട്രെസ്സും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കാണേണ്ടത് അതൊന്നല്ല, കാണാൻ പറ്റുള്ള P ആണ്. ഓക്കെ, ഇത് ഡാറ്റ നമുക്ക് ആവശ്യമായിട്ട് വരും ഈ പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ P = അടുത്തൊരു ഇക്വേഷൻ, പ്രധാനപ്പെട്ട ഇക്വേഷൻ എന്താണ്? P = F1A1 + F2A2 എന്നായിരുന്നു. ഓക്കെ, ഞാനതിന് മാറ്റിയിട്ട് FCAC അതുപോലെ FSAS എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നോക്കാം. P = FC എന്ന് പറഞ്ഞാൽ എത്രയാ? ഇതിൽ ഏതൊക്കെ ഡാറ്റ നമുക്ക് അറിയാൻ നോക്കാം. ഇതിൽ ഏതൊക്കെ ഡാറ്റ നമുക്ക് അറിയാൻ നോക്കാം. P എന്നുള്ളത് കണ്ടുപിടിക്കേണ്ട വാല്യൂ ആണ്. FC നമുക്കറിയാം 4. AC നമുക്ക് നിലവിൽ തൽക്കാലം ഇപ്പം അറിയില്ല, കണ്ടെത്തണം. അത് കിടക്കട്ടെ. FS നമുക്കറിയാം. FS നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി AS അറിയാം. AS നിലവിൽ തൽക്കാലത്തേക്ക് അറിയില്ല. ഓക്കെ, ഇതിൽ ASും ACയും എങ്ങനെ കണ്ടെത്താൻ നോക്കാം. ഇത് ടോട്ടൽ RCCയുടെ ഏരിയ എന്ന് പറഞ്ഞാൽ 30 300 × 300 ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോട്ടൽ ഏരിയ, അതായത് ഈ സ്റ്റീൽ പ്ലസ് കോൺക്രീറ്റ് ഉള്ള ഈ ടോട്ടൽ ഏരിയ, ഇത് സ്റ്റീലാണ്, ഈ സ്റ്റീൽ പ്ലസ് ഈ കോൺക്രീറ്റ് ഉള്ള ഈ കംപ്ലീറ്റ് ഏരിയ 300 × 300 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. 300 ഗുണിക്കണം 300 ചെയ്താൽ ഇതിന്റെ ഏരിയ കിട്ടും. ഓക്കെ, ആ ഏരിയയിൽ നിന്നും ഒരു സ്റ്റീൽ ബാറിന്റെ ഏരിയ നമുക്ക് അറിയാൻ പറ്റുമോ? മീറ്റർ എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ π/4 d² ചെയ്താൽ ഒരു സ്റ്റീൽ ബാറിന്റെ ഏരിയ ലഭിക്കും. അങ്ങനെ 1 ലഭിച്ചു കഴിഞ്ഞാൽ അങ്ങനെ 4 അപ്പൊ 4 × 1 ഗുണിച്ച് കഴിഞ്ഞാൽ ടോട്ടൽ 4ത്തിന്റെയും ഏരിയ ടോട്ടലായി കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ മുഴുവനായിട്ടുള്ള ഈ കോളത്തിന്റെ RCCയുടെ എന്താണ് ഏരിയയും അറിയാം, അതുപോലെ തന്നെ 4 സ്റ്റീൽ ബാറിന്റെ ഏരിയയും അറിയാം. ഈ ടോട്ടൽ ഏരിയയിൽ 4 സ്റ്റീൽ ബാറിന്റെ ഏരിയ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കോൺക്രീറ്റ് സ്റ്റീൽ ബാർ ഒഴികൾ ഈ കോൺക്രീറ്റിന്റെ ഏരിയ മാത്രം കണ്ടെത്താൻ സാധിക്കും. അപ്പൊ നമുക്ക് സ്റ്റീലിന്റെയും കിട്ടും കോൺക്രീറ്റിന്റെയും കിട്ടും. ചെയ്ത് നോക്കാം എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ ആണ്. ഇതിൽ നമുക്ക് FCയും FSും അറിയാം, ACയും ASും അറിയില്ല. അപ്പൊ ഞാൻ ആദ്യം ചെയ്തു തുടങ്ങാണ്. A = അതായത് ടോട്ടൽ ഏരിയ = 300/300 ഗുണിക്കണം 300. അപ്പൊ വരുന്ന ആൻസർ 90,000 90,000 എന്ന് വരും mm². ഓക്കെ, അടുത്ത വാല്യൂ എന്നുള്ളത് AS നോക്കാം. ഒരു AS കേട്ടോ, ടോട്ടൽ AS അല്ല, ഒരു AS. ഇനി ടോട്ടൽ AS ഒരുമിച്ച് എടുക്കാം. 4 സ്റ്റീൽ ബാർ ഉണ്ട്, അപ്പൊ 4 ഇട്ടു. ഇനി ഒരു സ്റ്റീൽ ബാറിന്റെ ഏരിയ, അപ്പൊ ടോട്ടൽ സ്റ്റീൽ ബാറിന്റെ ഏരിയ കാണാൻ പോകുന്നത് 4 സ്റ്റീൽ ബാർ ഉണ്ട്. അതുകൊണ്ട് 4 × π/4 എന്ന് പറഞ്ഞാൽ × d² എന്ന് പറഞ്ഞാൽ d എന്ന് പറഞ്ഞാൽ 20. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത്. അപ്പൊ AS = 4 × π/4 d². ഇതിന്റെ ടോട്ടൽ ആൻസർ ലഭിക്കുക 1257 mm² എന്നുള്ള ആൻസർ ലഭിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ ഏരിയയും കിട്ടി, സ്റ്റീലിന്റെ ഏരിയയും കിട്ടി. ടോട്ടൽ ഏരിയയും കിട്ടി, ഈ സ്റ്റീലിന്റെ ഏരിയ മാത്രം 4 ഒരുമിച്ച് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കോൺക്രീറ്റിന്റെ ഏരിയ കൂടെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം സോൾവ് ആവും. അപ്പൊ AC എന്ന് പറഞ്ഞാൽ, അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. AC = ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? AC കോൺക്രീറ്റിന്റെ ഏരിയ പ്ലസ് സ്റ്റീലിന്റെ ഏരിയ. AS എന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്റ്റീലിന്റെ ഏരിയ, 4ത്തിനെയും കൂട്ടിയുള്ള ടോട്ടൽ സ്റ്റീലിന്റെ ഏരിയ. ഓക്കെ, ഇനി ഇതിൽ നിന്നും AC കാണണം. AC കാണാൻ എന്ത് ചെയ്യേണ്ടത്? AC = A - AS. ഓക്കെ, A - AS. നമ്മുടെ സ്പേസ് വർക്ക് കാരണം ഇത് മാറ്റിയതുകൊണ്ട് ഒന്നുകൂടെ എഴുതാം. AC = A - AS. ഓക്കെ, അപ്പോൾ A - AS തരുമ്പോൾ A എന്ന് പറഞ്ഞാൽ എത്രയാ? 90,000. 90,000 - AS പറഞ്ഞാൽ 1257. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 88,743 mm² എന്നുള്ള ആൻസർ ലഭിക്കും. അപ്പോൾ AC കിട്ടി, ASും കിട്ടി. ഓക്കെ, ഞാൻ ഈ ASും AC മാത്രം ഒന്ന് മാറ്റിയതുണ്ട്. AC = 88,743. AS = 1257. നമ്മുടെ സ്പേസ്. ഇനി നമ്മുടെ ഇക്വേഷൻ നോക്കാം. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? രണ്ടാമത്തെ ഇക്വേഷൻ P = FC × AC + FS × AS.
ഓക്കെ. എഫ് സി എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ ആൻസർ ലഭിച്ചതാണ്, ക്വസ്റ്റ്യൻ തന്നതാണ്. എഫ് സി ഈക്വൽ ടു 4. 4 ഇൻറ്റു എ സി എന്ന് പറഞ്ഞാൽ 88,743 എന്നുള്ള ആൻസർ ലഭിക്കും. ഓക്കെ. ഇനി എഫ് എസ് നമ്മൾ ചെയ്തിട്ട് കിട്ടിയ ലഭിച്ച ആൻസർ ആണ് 60 ഇൻറ്റു എ എസ് പറഞ്ഞാൽ 1257. ഇത് രണ്ടും ഗുണിച്ച് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ലഭിക്കുന്ന ആൻസർ 43,0392,0392 ന്യൂട്ടൺ. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. ഇതിനെ വേണമെങ്കിൽ കിലോ ന്യൂട്ടൺ കൺവേർട്ട് ചെയ്യാം. കിലോ ന്യൂട്ടൺ കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, ഹരിച്ചാൽ മതി. 1, 2, 3 430.392 കിലോ ന്യൂട്ടൺ എന്നുള്ള ആൻസർ കിട്ടി. ഇത് കണ്ടും നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഇത്ര ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ആൻസറായി. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഇതിൻ്റെ ഒരു ഐഡിയ പറയാം, ഈ പ്രോബ്ലം ചെയ്യേണ്ട മെത്തേഡ് പറയാം. ആദ്യം നമുക്കിതിൽ വേണ്ടത്, ഇതിൽ ടോട്ടൽ ഇതിൻ്റെ ലോഡാണ് കണ്ടുപിടിക്കേണ്ടത്, പി ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്കിതിൽ എഫ് സി ഉണ്ട്, എ സി ഉണ്ട്, എഫ് എസ് ഉണ്ട്, എസ്. അതിൽ എഫ് സി തന്നിട്ടുണ്ട്, എ സി എ എസും കാണാൻ വേണ്ടിയിട്ട് ടോട്ടൽ ഏരിയ കണ്ടു. അതിൽ നിന്നും സ്റ്റീലിൻ്റെ ഏരിയ ഡയമീറ്റർ തന്നതുകൊണ്ട് തന്നെ 1ന്റെ കണ്ടു, 1ന്റെ 4 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ടോട്ടൽ സ്റ്റീലിൻ്റെ ഏരിയ ലഭിച്ചു. ഓക്കെ, അങ്ങനെ എ എസ് കിട്ടി, അത് 1257. ദെൻ ടോട്ടൽ ഏരിയയിൽ നിന്നും, ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആർ സി സിയുടെ ടോട്ടൽ ഏരിയയിൽ നിന്നും 300 ഗുണിക്കണം 300 ചെയ്ത ഏരിയയിൽ നിന്നും ഈ സ്റ്റീലിൻ്റെ ഏരിയ കുറച്ചപ്പോൾ ഈ കോൺക്രീറ്റിൻ്റെ ഏരിയ കിട്ടി. ഓക്കെ, ഈ കോൺക്രീറ്റിൻ്റെ ഏരിയ കിട്ടി കഴിഞ്ഞപ്പോൾ അപ്പോൾ എ സി ആയി, എ എസ് ആയി. ഓക്കെ, ഇനി ഇതിൽ മിസ്സിംഗ് ഉള്ളത് എഫ് സി നമുക്കറിയാം, എ സി കിട്ടി, എ എസ് കിട്ടി, എഫ് എസ് മിസ്സിംഗ് ഉള്ളത്. എഫ് എസ് കാണാൻ വേണ്ടി നമ്മൾ തുടക്കത്തിൽ തന്നെ ചെയ്ത കാര്യം എന്താ വെച്ചാൽ F1/E1 = F2/E2 ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എഫ് എസും ഡയറക്റ്റ് ആൻസർ കിട്ടി. അപ്പോൾ എല്ലാ ഡാറ്റാസും കിട്ടി, അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ടോട്ടൽ ചെയ്തു. അപ്പോൾ 430.392 കിലോ ന്യൂട്ടൺ. ഇങ്ങനെ എഴുതിയാലും ആൻസറാണ്, അതിൽ തെറ്റൊന്നുമില്ല, ഇങ്ങനെ എഴുതാൻ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം ഇവിടെ അവസാനിക്കുകയാണ്. ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായി, കൃത്യമായിട്ട് മനസ്സിലായി ഉൾക്കൊള്ളാൻ സാധിച്ചെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.